ഹായ് ഫ്രണ്ട്സ്, ശിവസുധു ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ടേസ്റ്റി ആയിട്ട് തേങ്ങ അരച്ചിട്ട് ഒരു വെള്ളക്കടല കറിയാണ് നമ്മൾ ഇന്ന് വെക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ച് വെള്ളക്കടല, ഒരു 2 കപ്പോളം വെള്ളക്കടല എടുത്തിട്ട് രാവിലെ കുതിർത്ത് വെച്ചതാണ്. അപ്പം ഞാനിത് വൈകിട്ട് ചപ്പാത്തിയുടെ കൂടെയാണ് ഞാൻ ഈ വെള്ളക്കടല കറി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെള്ളക്കടല കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 സവാള ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു തക്കാളി ഇതേപോലെ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഇതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേണ്ടാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് അതുകൂടെ അരിഞ്ഞെടുക്കുമ്പോൾ നമ്മളിത് കുക്കറിലാണ് ഞാനിത് വേവിക്കുന്നത്. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടാനും കൂടി വേണ്ടിയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഗ്യാസിൻ്റെ മേലെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കർ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും വഴട്ടി. അപ്പം ഞാൻ ഇതിനകത്തിൽ ആദ്യമേ പറയുന്നത്, നമ്മൾ കടല വേവിച്ചിട്ടില്ലേ, കടല വേവിക്കാതെ നമ്മൾ കുതിർത്ത് വെച്ച കടല മാത്രം നമ്മളിതെല്ലാം കൂടി ഇട്ടാണ് കടല വേവിക്കുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റുന്ന നല്ലൊരു പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് ഇത്. നമുക്ക് സാധാ കടല വെച്ചിട്ടും ഇതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ. അപ്പം വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റി കൊടുക്കണം. ഒന്ന് വഴറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ നമുക്കിത് കുക്കറിൽ വെച്ച് വേവിക്കാനുള്ളതല്ലേ. അപ്പോൾ ഒത്തിരി അങ്ങ് വഴറ്റി ബ്രൗൺ നിറമൊന്നും ആകാൻ നിൽക്കണ്ട. ഇതൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് നമുക്ക് സവാളയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ സവാള ഒരുവിധം നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പൊടി ഐറ്റംസ് എല്ലാം കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതേപോലെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണാണ്. 1/4 ടീസ്പൂണ് അരയോ നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ 1/4 ടീസ്പൂണോ ചേർത്തിട്ട് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൊടിയുടെ ഒരു റോ സ്മെല്ലുണ്ടല്ലോ, അതെല്ലാം ഒന്ന് പോകുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത്, നമ്മൾ ഒരു തക്കാളിപ്പഴം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മൾ പിന്നെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ ഒരു കുത്തൽ നമുക്ക് ആ കറി കഴിക്കുമ്പോൾ ഉണ്ടാവേ. അപ്പം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ തക്കാളിയും അതേപോലെ അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങും നമ്മൾ ഇതേപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അത് ആ ഉരുളക്കിഴങ്ങും തക്കാളിയിലും എല്ലാം നമ്മുടെ ആ മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പം നമുക്കിതിനകത്തിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടല, അപ്പോൾ ഞാൻ രാവിലെ കുതിർത്ത് വെച്ച വെള്ളക്കടലയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മുഴുവനെ അങ്ങനെ വെള്ളക്കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളക്കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ മുമ്പ് മിക്സ് ചെയ്തതുപോലെ ഇത് എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ട്, ഇതിൽ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതേ ഉള്ളേ. ഇതിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് മാത്രമല്ല, ക്യാരറ്റ് ആയാലും ബീൻസ് ആയാലും അതേപോലെ കോളിഫ്ലവർ, നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്കിതിനകത്തിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തിൽ എനിക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമായതുകൊണ്ടും അതേപോലെ നമ്മൾ ഗ്രേവിക്കൊരു തിക്നെസ് കൂടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി എന്നിട്ട് നമ്മളിത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ, ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കേണ്ട, ഈ കടല ഈ മിക്സും കൂടി ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമ്മളിതേപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ, എനിക്കിതിനകത്തിൽ വിസിൽ വേണ്ടത് 5 വിസിൽ വേണമായിരുന്നേ. 5 വിസിൽ നമ്മളിതുപോലെ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം.
അങ്ങനെ കുക്കറിൻ്റെ മൂടി അടച്ച് കൊടുത്തിട്ട് നമ്മളിതേപോലെ മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ അടിച്ചപ്പോഴത്തേക്കും നമ്മുടെ കടല നന്നായിട്ട് അത്യാവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കടല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടില്ല എങ്കിൽ കുറച്ച് കടല നമുക്കിതേപോലെ ഒന്ന് മാറ്റി വെക്കണം ഇതിനകത്ത് നിന്ന്. എന്നിട്ട് നമുക്കതൊന്ന് അരച്ച് ലാസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല കുറുകിയ ചാറോടുകൂടി നമുക്ക് കടലക്കറി കിട്ടും. അപ്പോൾ ഈ നാടൻ ഈ വെള്ളക്കടല തന്നെയല്ല, മറ്റേ കടലക്കറി വേവിക്കുമ്പോഴും നമ്മൾ കുറച്ച് കടല എടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് ഇതേപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ വെള്ളക്കടല നമ്മൾ തേങ്ങ അരച്ചാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണ് തേങ്ങ ഞാൻ ഇതേപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടുത്തത് ചേർക്കുന്ന ഒരു 10 അണ്ടിപ്പരിപ്പ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട. കണ്ടോ, ഇത് നമ്മുടെ ഇതൊക്കെ ചെറുതായിട്ടേ നമ്മൾ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കുത്തൽ ഭയങ്കരമായിട്ട് ഉണ്ടാവും. ചെറിയൊരു പട്ട, അതേപോലെ ഒരു പച്ചമുളക്. അപ്പം ഞാനിത് അത്യാവശ്യം പഴുത്ത ഒരു പച്ചമുളകാണ്. എന്നിട്ട് ഇതേപോലെ ഒരല്ലി വെളുത്തുള്ളി, ഒന്നല്ല ഞാൻ ഇതിനകത്ത് 2 അല്ലി വെളുത്തുള്ളി ഇതേപോലെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കണേ. ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നമുക്കിതേപോലെ അരിഞ്ഞൊന്ന് ചേർത്തൊന്ന് കൊടുക്കണം. നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും പച്ചമുളകും ഒന്നും കൂടിപ്പോയത്. പച്ചമുളക് കൂടിപ്പോയാൽ നല്ല എരിവായിരിക്കും. അതേപോലെ ഇഞ്ചി ഒന്നും ഒത്തിരി കൂടിപ്പോയത് അതിനൊരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ടീസ്പൂണിൽ പെരിഞ്ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ ജീരകമല്ല ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്, വലിയ ജീരകമാണ്. അപ്പോൾ എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരിത്തിരി വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റ്, നല്ല മഷി പോലെ നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. അങ്ങനെ നമ്മളിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ ഞാനിതിൽ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതെന്ന്. കേട്ടോ, നമ്മളിപ്പോൾ സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി നോക്കുവാണെങ്കിൽ നല്ല മഷി പോലെ നമ്മളിങ്ങനെ കയ്യിൽ നോക്കിക്കണ്ടോ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ തേങ്ങ അരഞ്ഞില്ലെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റും കൂടിയാണ്. അങ്ങനെ ഞാൻ ആ അരച്ചതും കൂടി ഈ കടലക്കട മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കളറെന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ഒരു മഞ്ഞ കളറൊക്കെ തോന്നും. പക്ഷേ ഇത് കുറേ നേരം കിടന്ന് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ നമുക്ക് നല്ല കളർ കിട്ടുമേ. ഇതിൽ നമ്മൾ ഇനി എന്നിട്ട് അവസാനം നമുക്ക് ഗരം മസാല വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം. അതേപോലെ ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം മസാലയൊക്കെ കണ്ടോ, നമ്മളിത് കറി കുറച്ച് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ കറിയുടെ കളറൊക്കെ അങ്ങ് മാറി നല്ല കളർഫുള്ളായിട്ട് കിട്ടും. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മല്ലിയില ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് വാങ്ങാവുന്നതാണ്. അതേപോലെ അവസാനം നമുക്ക് ഇച്ചിരി കടുക് താളിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇച്ചിരി കടുകും കൂടി താളിച്ചെടുക്കുവാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഉള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഇച്ചിരി കടുകും കൂടി താളിച്ചെടുക്കുവാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ കടുക് താളിക്കുന്നില്ല, ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറുകിയ ചാറോട് കൂടി നമുക്ക് നല്ല അടിപൊളി വെള്ളക്കടല ഉണ്ടാക്കിയെടുക്കാമേ. ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങോട് ഇട്ടുകൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ കുക്കറിൽ വിസിലടിക്കുമ്പോൾ ഉരുളക്കിഴങ്ങോട് വേകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും വരും, നമുക്ക് കൊഴുപ്പും ഉണ്ടാവും. അഥവാ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്കെന്താ ഇച്ചിരി കടല അരച്ച് ചേർത്ത് കൊടുത്താലും മതി. അവസാനം ഒരു ഇച്ചിരി ഗരം മസാലയുടെ കുറവുണ്ടെന്ന് തോന്നി, അപ്പം ഞാൻ ഇച്ചിരി ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് ഞാൻ ഈ കറി സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ഉണ്ടാക്കി നോക്കണം. നമുക്കിത് ചപ്പാത്തിയുടെ മാത്രമല്ല അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി കറിയും കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.